അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, എല്ലാവർക്കും നമസ്കാരം. 2024 നവംബർ 7 മുതൽ ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കാൻ പോകുന്നു. വൃശ്ചികൻ രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് മാറുമ്പോൾ ഭാഗ്യം കടാക്ഷിക്കുന്ന കുറച്ച് നാളുകളെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത്. അതിലൊന്നാമതായിട്ടുള്ള നാൾ അശ്വതിയാണ്. അശ്വതി നാളെന്ന് പറയുമ്പോൾ ഏത് ആൾക്കൂട്ടത്തിലും തലയെടുപ്പോടുകൂടി നിൽക്കുകയും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മനോധൈര്യം കൈവിടാതെ കൊണ്ട് അവിടെ തരണം ചെയ്ത് നിൽക്കുകയും അതിനെ ചെറുത്ത് നിൽക്കുകയും ചെയ്യുന്ന അശ്വതി നാൾക്കാരുടെ ഒരു പ്രത്യേക സ്വഭാവ വിശേഷണമാണ്. ആരുടെ മുന്നിലും യാതൊരുവിധ കാരണവശാലും തലകുനിക്കുകയോ യാചിക്കുകയോ ചെയ്യാത്ത ഈ നക്ഷത്രക്കാർ തികച്ചും സൂര്യഭഗവാന്റെ തേരോടിക്കുന്ന ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് എപ്പോഴും പാഞ്ഞുകൊണ്ടേയിരിക്കും. എങ്കിലും ചില കഷ്ടതകളും ചില അനിഷ്ടതകളും ഈ നാൾക്കാരെ പിന്തുടരുകയുണ്ട്. അങ്ങനെ പിന്തുടരുന്ന പല കഷ്ടപ്പാടുകളും ഈ നവംബർ മാസം 7 ശേഷം ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഇവർക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ചില ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഒന്നാമതായിട്ട് ഭാഗ്യം ഏത് വിധേനയും ഇവരെ തേടി എത്തുന്നതാണ്. രണ്ടാമതായി ജോലി, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ജോലി എന്തെങ്കിലും തടസ്സങ്ങളാൽ നടക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൈവന്നു ചേരുവാൻ പോകുന്ന സുവർണ അവസരങ്ങൾ കൂടിയാണ് ഈ നവംബർ 7 കഴിയുമ്പോൾ കണ്ടു തുടങ്ങുന്നത്. ഇവരിൽ പലരും ഒരുപാട് ആശുപത്രി സംബന്ധമായ കൊച്ചു കൊച്ചു വേദനകളിലൂടെ മാത്രമായിരിക്കും ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുന്നോട്ട് പോയിരിക്കുന്നതെങ്കിലും ഇനി ഇതിനകത്തൊക്കെ ഒരു വലിയ ഒരു മോക്ഷം എന്ന് വേണം പറയാം. എന്നുവെച്ചാൽ മാനസികവും ചെറിയ ചെറിയ ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഇവർക്കൊരു മുക്തി കിട്ടുവാൻ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഇവർ എപ്പോഴും ശിവക്ഷേത്രങ്ങളിൽ രാവിലത്തെ ദർശനം നടത്തുന്നത് ഉത്തമകരം ആയിരിക്കും. അതോടൊപ്പം തന്നെ കൂവളമാലയും ഭഗവാന് വഴിപാടായി സമർപ്പിക്കുന്നത് ഉത്തമകരമായിരിക്കും. ഈ നാൾക്കാർ വിദേശ സംബന്ധമായ ജോലിക്ക് ശ്രമിച്ചിട്ട് മുടക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ നവംബർ 7 ശേഷം ശ്രമിച്ചാൽ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഈ നാൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവർ സ്വന്തമായോ പാട്ടത്തിനെടുത്തോ കൃഷി നടത്തുന്നതും ഉത്തമകരമായ ഒരു സമയം കൂടിയാണ്. തൊടുന്നത് ഏറെക്കുറെ എല്ലാം നല്ല രീതിയിൽ വിജയം കൈവരിക്കുവാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് നവംബർ 7 ശേഷം ഈ ശുക്രൻ്റെ രാശിമാറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നത് ഉത്തമകരമായ കാര്യം ആയിരിക്കും. വൃശ്ചികൻ രാശിയിൽ നിന്നും ധനുരാശിയിലേക്ക് ശുക്രൻ മാറി സഞ്ചരിക്കുമ്പോൾ നേട്ടങ്ങൾ കൈവരിക്കുവാൻ പോകുന്ന അടുത്ത നാളാണ് കാർത്തിക. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ കാർത്തിക വിളക്ക് ജ്വലിച്ചു നിൽക്കുന്നത് പോലെ തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാരുടെ പ്രകൃതവും. ചെറിയ ചെറിയ തടസ്സങ്ങളും ചെറിയ വിഷമങ്ങളും ഉള്ളിലുണ്ടെങ്കിലും നവംബർ 7 കഴിയുന്നതോടുകൂടി ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഇവർക്ക് വൻ നേട്ടങ്ങളാണ് കൈവരിക്കുവാൻ പോകുന്നതും വന്നു ചേരുവാൻ പോകുന്നതും. അസ്ഥി സംബന്ധമായ രോഗത്താൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് നവംബർ 7 കഴിയുമ്പോൾ രോഗശാന്തി ലഭിക്കും. കടബാധിതയാൽ കഷ്ടപ്പെട്ടു കഴിയുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ഒരു മോചനം ഉറപ്പാണ്. ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അയൽവാസികളുമായി യാതൊരുവിധ തർക്കങ്ങളിലും ഏർപ്പെടാതിരിക്കുക. ഇവർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അടുത്തുള്ള ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ദേവിക്ക് കടുംപായസം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത് ഉത്തമകരമായിരിക്കും. ആത്മവിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങളുടെ കർമ്മമേഖലയിൽ നിങ്ങൾ മുന്നേറുക. ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി ഉണ്ടാകുന്ന എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം മകയിരമാണ്. സാമ്പത്തികവും മാനസികവും ശാരീരികവുമായ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് വലിയ ഒരു മാറ്റമാണ് ഈ വരുന്ന നവംബർ 7 ശേഷം ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി കാണുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ മാനസികം ശാരീരിക
അസ്വസ്ഥതകൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ എല്ലാത്തിനും വലിയ രീതിയിൽ, അതായത് പരിപൂർണമായും ഒരു മാറ്റം സംഭവിക്കുന്നു. ചെറിയ രീതിയിലുള്ള കടബാധ്യതയല്ല, എല്ലാ പ്രശ്നങ്ങളും, സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാനും ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും, ചെറിയ ചെറിയ രോഗങ്ങളും അവ ഈ പറയപ്പെടുന്ന കാലയളവിൽ, ഇപ്പം ഈ നവംബർ 7 മുമ്പ് ചെറിയ രീതിയിലും വലിയ രീതിയിലുമുള്ള ഓപ്പറേഷൻ വരെ ഈ മകേര നക്ഷത്രത്തിൽപ്പെട്ട ചില ആൾക്കാർക്ക് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് കഴിഞ്ഞവരുണ്ടാവാം, അല്ലെങ്കിൽ ഈ 2 ദിവസത്തിനുള്ളിൽ അത് നടക്കാൻ സാധ്യതയുള്ള ആൾക്കാരുണ്ടാവാം. ഇതിനകത്തു നിന്നെല്ലാം ഒരു വലിയ മാറ്റം ഉണ്ടാകുന്നത് നവംബർ 7 ശേഷം എല്ലാവിധ ബുദ്ധിമുട്ടുകളും, മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ളതും സാമ്പത്തികമായിട്ടുള്ളതും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിപൂർണമായ ഒരു വിജയം കൈവരിക്കുവാൻ ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിയിൽ പറഞ്ഞ ഈ രാശിമാറ്റത്തോടു കൂടി കഴിയുന്നതാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറവുള്ളതായി കാണുന്നു. അത് ഉടനെ തന്നെ മാറുന്നതാണ്. ശുക്രൻ്റെ രാശിമാറ്റത്തോടു കൂടി നവംബർ 7 കഴിയുമ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറും, ദൈവാധീനം വർദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും ശക്തിക്കൊത്ത വഴിപാടുകൾ അവിടെ സമർപ്പിക്കുകയും ചെയ്യുക. വിഘ്നങ്ങൾ അകറ്റുന്നതിന് വേണ്ടി ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതും ഉത്തമമായിരിക്കും. സർവ്വദോഷങ്ങളും മാറിക്കിട്ടുന്നതിന് വേണ്ടി സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇവർ ചെയ്യേണ്ടത് ആത്മവിശ്വാസം കൊണ്ടും ഞാൻ ചെയ്യുന്ന തൊഴിൽ ഏതാണെങ്കിലും അതിൽ തന്നെ നിന്ന് ഞാൻ രക്ഷ നേടും എന്നുള്ള ഉറച്ച ദൃഢ നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് വിജയം കൈവരിക്കാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. ആദ്യമേ ചെയ്യുന്ന ജോലി ഏതാണെങ്കിലും മെച്ചപ്പെട്ട തൊഴിൽ കണ്ടെത്തുക, ആ ജോലിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. ഇതാണ് ഏറ്റവും ബുദ്ധിപരവും യുക്തിപരവുമായിട്ടുള്ള കാര്യം. അടുത്ത നാൾ ആയില്യം നാളാണ്. ആയില്യം ആൾക്കാരെ കുറിച്ച് പറയുമ്പം പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ ജോലിക്ക് അപേക്ഷ വെച്ചിട്ട് ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുള്ള കാലയളവാണ് ഈ ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നതോടുകൂടി ഈ നവംബർ 7 കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന സമയം. ഈ സമയങ്ങളിൽ നിലവിൽ ജോലി നോക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിലോ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലോ മറ്റെവിടെയെങ്കിലും ജോലി നോക്കുന്ന ആൾക്കാർക്ക് ഉദ്യോഗ കയറ്റം കിട്ടുവാനും ഉള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ഗുണവും ദോഷവും ഒരേപോലെ വന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനും മാറ്റങ്ങൾ വരുന്നത് നവംബർ 7 ശേഷമായിരിക്കും. അവർക്ക് ഗുണങ്ങൾ തന്നെ വന്നു ചേരുള്ളൂ. നല്ല ഭാഗ്യം തന്നെ അവരെ കടാക്ഷിക്കും. നല്ല രീതിയിലുള്ള ഉയർന്ന ജോലികൾ കിട്ടാൻ സാധ്യതയുണ്ട്, ജോലിയിൽ ഉയർച്ച കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ എല്ലാം നല്ല സമയങ്ങളിലൂടെ നല്ല കാര്യങ്ങൾ നടക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ആയില്യം നക്ഷത്രക്കാരുടെ. ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും കടം കൊടുക്കുകയോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മുദ്രപത്രങ്ങളിൽ ജാമ്യം നിൽക്കുകയോ സാക്ഷി നിൽക്കുകയോ ചെയ്യരുത്. കാര്യം ഇവർ ആർക്ക് പണം കടം കൊടുത്താലും ആർക്ക് സാക്ഷി നിന്നാലും എന്ത് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചാലും ഇതെല്ലാം ഇവരിൽ വലിയ ശത്രുത വളർത്താൻ സാധ്യതയുണ്ട്. സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയും ശത്രുത കൂടുതൽ സമ്പാദിക്കാനും സാധ്യതയുള്ള നാളാണ്. കാര്യം എത്ര നല്ല ചിന്താഗതിയോടുകൂടി നിങ്ങൾ മറ്റൊരാളെ സമീപിച്ചെന്നാലും ആ ശത്രു മനോഭാവത്തോടുകൂടി മാത്രമേ അവർ നിങ്ങളോട് സമീപിക്കുകയുള്ളൂ. ഒരു 5% ശത്രു മനോഭാവം അവരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ച് വേണം മറ്റാൾക്കാരുമായി കൂടുതൽ സമ്പർക്കത്തിലേർപ്പെടാനും സൗഹൃദത്തിലേർപ്പെടാനും. ഉള്ള സൗഹൃദം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആർക്കും ജാമ്യം നിൽക്കുകയോ പണം കടം കൊടുക്കുകയോ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നാഗരാജ ക്ഷേത്രങ്ങളിൽ മഞ്ഞൾ നീരാട്ടും നൂറും പാലും ഒക്കെ നടത്തുന്നത് നിങ്ങൾക്ക് നാളിനുള്ള ചെറിയ ദോഷങ്ങൾ, ഈ പറഞ്ഞ കണക്കുള്ള ശത്രുദോഷങ്ങളും ഈ അങ്ങനെയുള്ളതൊക്കെ അകന്ന് കിട്ടാൻ ചെറിയ ചെറിയ ദോഷങ്ങൾ ഈ നവംബറിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ ആൾക്കാരെ ബാധിക്കാൻ സാധ്യതയുള്ളൂ. അതും മാറിക്കിട്ടുന്നതിന് ഉത്തമമായിട്ടുള്ള കാര്യമാണ് നാഗരാജ ക്ഷേത്രങ്ങളിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകൾ സമർപ്പിക്കുകയും
ആ ക്ഷേത്രങ്ങളിൽ പോവുകയും പിന്നെ നാഗരാജാവിന് ഉപ്പും പൊറ്റും മഞ്ഞളും ഒക്കെ മണ്ണാറശാലയിലൊക്കെ വാങ്ങിച്ച് വെക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഈ ദോഷഭാഗങ്ങൾ കുറേ മാറി കിട്ടുന്നതിന് കുറേ നല്ല രീതിയിലേക്ക് ഇതാകുന്നതിന് ഇത് ചെയ്യും. അത് ദോഷമല്ല, നിങ്ങൾക്ക് നല്ല സമയമാണ്. നല്ല സമയത്ത് പിന്നെ ഈ ദോഷത്തെക്കുറിച്ച് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ആലോചിക്കുക? അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. നിങ്ങൾ ആയില്യ നക്ഷത്രക്കാരായതിൻ്റെ പേരിൽ നിങ്ങൾ പോലും മനസ്സറിയാതെ കൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കളെ സമ്പാദിച്ചു കൂട്ടുന്ന ഒരു പ്രക്രിയ ഉള്ളതിൻ്റെ പേരിലും അത് അകറ്റി നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ പിന്നെ വഴിപാടുകൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിവതും അടുത്തുള്ള ഏതെങ്കിലും നാഗരാജ ക്ഷേത്രങ്ങളിൽ പോവുകയോ അതിനുവേണ്ടി വഴിപാടുകളൊക്കെ ചെയ്തെന്നാൽ അത് അകന്നു നിൽക്കും. നിങ്ങൾക്ക് നല്ല സമയമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രാർത്ഥനയും ദൈവവിശ്വാസത്തോടുകൂടി തന്നെ ദൃഢവിശ്വാസത്തോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളൂ. അടുത്ത നാൾ പൂരമാണ്. അവർക്കും നല്ല സമയമാണ്. നല്ല സമയം എന്ന് പറഞ്ഞാൽ പോരാ, നല്ല സമയം. അതായത് ഭാഗ്യദേവത മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പോലെ അവരെ തൊട്ടനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ് ഈ വരാൻ പോകുന്നത്. ഞാൻ പറയില്ല, ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാവരുടെയും ഈ രാശിമാറ്റം, ശുക്രൻ്റെ രാശിമാറ്റം എന്ന് പറഞ്ഞാൽ ഈ ആൾക്കാരെ ബാധിക്കുന്ന, ഇവരെ സ്വാധീനിക്കുന്ന വളരെ വലിയ രീതിയിലാണ്. ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം വളരെ വലിയ രീതിയിലാണ്. അപ്പോൾ ഈ നവംബർ മാസം 7 കഴിയുമ്പോഴത്തേക്ക് ഈ ഭാഗ്യദേവത നെറുകയിൽ മൂർധാവിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നത് പോലെയുള്ള അനുഗ്രഹം, ഭാഗ്യ അനുഗ്രഹമാണ് ഈ പൂരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ടതും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കാൻ പോകുന്ന സമയമാണ് ഈ നവംബർ 7 കഴിയുമ്പോൾ തൊട്ട് തുടങ്ങുന്നത്. കലാപരമായി നല്ല കഴിവുണ്ടായിട്ടും ഒരു മേഖലയിലും എങ്ങും എത്തിപ്പെടാൻ പറ്റാത്തവരും കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിച്ചിട്ട് ഒരുപാട് തടസ്സങ്ങൾ നേരിട്ട് എല്ലാ അധ്യായങ്ങളും മടക്കി വെച്ചിട്ട് പിന്തിരിഞ്ഞു പോയവരും എല്ലാവരും വീണ്ടും ശ്രദ്ധാപൂർവം ഒന്നുകൂടെ തിരിച്ചു വരാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് പൂരൻ നക്ഷത്രത്തിൽ ജനിച്ച കലാകാരന്മാർക്ക് നവംബർ 7 കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകാൻ പോകുന്ന ദിവസങ്ങൾ. അത് വളരെ വളരെ ഭാഗ്യവും വളരെ വിശാലമായ ഒരു അവസരങ്ങൾ തുറന്നു കിട്ടുന്നതും കൂടിയായിട്ടുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ നല്ല രീതിയിൽ ദർശനം നടത്തി കയ്യിൽ ഉള്ളതുപോലെ ശക്തിക്ക് ഉതകുന്ന വിധത്തിലുള്ള വഴിപാടുകളും അർപ്പിച്ച് മനസ്സുരുകി ദേവിയെ പ്രാർത്ഥിച്ചെന്നാൽ നല്ല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വരാൻ പോകുന്ന കാലയളവുകളിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് മറക്കാതെ കൊണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടെ ഉണർന്ന് പ്രവർത്തിച്ചാൽ നല്ല അവസരങ്ങൾ അവർക്ക് വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഭാഗ്യവും വന്നു ചേരുന്നതാണ്. ഭാഗ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി ഭാഗ്യം വരെ ഈ ആൾക്കാരിൽ കാണുന്നുണ്ട്. അത് കലാരംഗത്ത് പ്രവർത്തിക്കുന്നതാണെങ്കിലും അല്ലെന്നുണ്ടെന്നവരിലും പൂരൻ നക്ഷത്രത്തിലെ ആൾക്കാർക്ക് ലോട്ടറി ഭാഗ്യം 1ാം സമ്മാനമോ അല്ലെന്നുണ്ടെന്നവരിൽ ലോട്ടറിയിലെ 2ാം സമ്മാനമോ 3ാം സമ്മാനമോ ഏതാണെങ്കിലും ലോട്ടറി, അതായത് ഭാഗ്യക്കുറി യിലൂടെ അല്ലെന്നുണ്ടെന്നവരിൽ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം ചെറുതാണേലും വലുതാണേലും കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ജനനനാളിൻ്റെ ഇത് വെച്ചിട്ടും സമയം വെച്ചിട്ടും ഒക്കെ ആയിരിക്കും ഭാഗ്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങൾക്കുണ്ടാകുന്നത്. എങ്കിൽ ഏറ്റവും നല്ല നാൾ ഈ വരാൻ പോകുന്ന സമയങ്ങളിൽ ഭാഗ്യദേവതയുടെ കടാക്ഷം ഏറ്റവും കൂടുതൽ കിട്ടുന്ന നാൾ പൂരം നാളാണ്. പൂരം നാൾക്കാർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ കാലയളവിൽ വന്നു ചേരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ യാത്ര കുറച്ച് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ രാത്രിയിലെ ഡ്രൈവിങ് ഒഴിവാക്കുന്നതും കുറച്ച് നല്ലതായിരിക്കും. ചെറിയ രീതിയിലുള്ള യാത്രകൾ പോലും നിങ്ങൾ രാത്രി കാലങ്ങളിൽ ഒരാളെങ്കിലും കൂടില്ലാതെ കൊണ്ട് ചെയ്യാതിരിക്കുന്നത് ഉത്തമകരമായിരിക്കും. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും നല്ല ദിവസങ്ങളും നല്ല ഭാഗ്യവും വന്നു ചേരട്ടെ. അതുകൊണ്ട് ഈ നവംബർ 7 കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ എല്ലാ നക്ഷത്രക്കാർക്കും നല്ല മാറ്റമാണ് വരാൻ പോകുന്നത്. കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ, കാര്യം ശുക്രൻ വൃശ്ചികം രാശിയിൽ നിന്നും ധനു രാശിയിലേക്ക് മാറി സഞ്ചരിക്കാൻ പോകുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹം ഉണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. എല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും എല്ലാം നല്ല നാൾ തന്നെയാണ്. എല്ലാവർക്കും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.